ഹലോ ഫ്രണ്ട്സ്, നല്ലൊരു മോഡൽ കുർത്തിയാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. നല്ലൊരു മോഡൽ ചെയ്യാൻ ഓർഡർ കിട്ടിയപ്പോൾ ഞാൻ തിരക്കിനിടയിൽ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതാ ഈ കാണുന്ന മോഡലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന്. ഈ തുണി കണ്ടാൽ നിങ്ങൾ നല്ല ഭംഗിയില്ലേ? ഈ ഒരു തുണിയും എൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ലൈനിങ് വെച്ചിട്ടുള്ള കുർത്തിയാണ് ചെയ്യുന്നത്. ഒരു കോളർ മോഡൽ വന്ന് ലേസ് ഒക്കെ വെച്ച് ഒരു അടിപൊളി തന്നെയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കണം. പിന്നീണ്ടല്ലോ നമ്മളെ ഫ്രീ സ്റ്റിച്ച് ക്ലാസ് എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്കാണ്, അതും മറന്നു പോകരുതേ. മെറ്റീരിയൽ 2.25 എടുത്തിട്ടുള്ളത്. ലൈനിങ് 2 മീറ്റർ എടുത്ത് സ്ലീവിന് വേണ്ട കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലൈനിങ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ മടക്കുന്നത് നോക്കണം. ഇതേ രീതിയിൽ ലൈനിങ് മടക്കിയിട്ടിട്ടേ ഉള്ളത്, നിവർത്താനൊന്നും ഞാൻ നിൽക്കുന്നില്ല കണ്ടോ. ആദ്യം നമ്മൾ ലൈനിങ്ങിനെ ഇങ്ങനെ 2ആയി മടക്കി കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ നേരെ പകുതിയായിട്ട് ഇങ്ങനെ അങ്ങ് മടക്കിയിട്ടേക്കണം കണ്ടോ. ഈ ഭാഗം മടക്ക് ഭാഗം വരുന്നുണ്ട്. എൻ്റെ സൈഡാണ് മടക്ക് ഭാഗം വരുന്നത്, അപ്പുറത്തേത് ഓപ്പൺ സൈഡാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മടക്കിയിടണം. ലൈനിങ് കുറേ നീളത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഈ താഴെ ഭാഗത്തെ ഓപ്പൺ സൈഡ് മുകളിലാക്കിയിട്ട് നിങ്ങൾക്ക് ഷോൾഡറും നെക്കെല്ലാം മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ വെച്ച പോലെ തന്നെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് താഴെ ഭാഗത്ത് സ്ലീവിന് വേണ്ടിക്കിൽ അങ്ങനെ തുണി കട്ട് ചെയ്യാത്ത രീതിയിൽ മടക്ക് വരുന്ന രീതിയിലല്ലേ ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാത്ത രീതിയിൽ തുണി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ കൂടെ ആലോചിച്ചിട്ട് വേണം തുണിയെല്ലാം മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൽ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പം കുർത്തീൻ്റെ ഫുൾ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ അന്നൊരു 3-4 ഇഞ്ച് കുറച്ചിട്ട് മാത്രമേ ലൈനിങ്ങിൻ്റെ അകത്ത് നമ്മൾ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫുൾ കുർത്തീൻ്റെ അതേ നീളത്തിൽ തന്നെ ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ നോക്കണം. ഇവിടെ നമ്മൾ കുർത്തീൻ്റെ ഫുൾ ലെങ്ത്ത് 45 ഇഞ്ചാണ്. അപ്പോൾ ലൈനിങ്ങിൻ്റെ അകത്ത് ഒരു 42-41 ഇഞ്ച് മാത്രം ലെങ്ത്ത് എടുത്താൽ മതി. അപ്പോൾ ലൈനിങ് കുറയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഉള്ളത് മൊത്തം അങ്ങ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 41 ഇഞ്ച് അത്രത്തോളം നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്ത് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ മുകളിലെ ഭാഗത്ത് ചെറിയൊരു വളവുണ്ട്, സ്ലാൻഡ് ആയിട്ട് ആ തുണി ഉള്ളത്. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷോൾഡറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ ഷോൾഡർ എപ്പോഴും മാർക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയലുണ്ടല്ലോ. ഇവിടെ നമുക്ക് ബാക്ക് നെക്ക് ലെങ്ത്ത് എന്ന് പറഞ്ഞത് ഇല്ല. നമ്മൾ കോളർ പോലെ വരുന്നതായതുകൊണ്ട് ബാക്ക് നെക്ക് ലെങ്ത്ത് ഒന്നും നമുക്ക് മാർക്ക് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്രയാണോ നമ്മളെ ഫുൾ ഷോൾഡർ വരുന്നത് അതിൻ്റെ പകുതി പ്ലസ് ഒരു 1/2 ഇഞ്ച് ചേർത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 7.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആം ഹോൾ ലൈനായിട്ടും കറക്റ്റ് 7.5 മാർക്ക് ചെയ്തിട്ട് പ്ലസ് ഒരു 1/4 ഇഞ്ച് കൂടെ ചേർക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിവിടെ ഷോൾഡർ 1/2 ഇഞ്ച് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെരിച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആം ഹോൾ കുറഞ്ഞു പോകുന്നതുകൊണ്ട് ഞാനിതാ 7.5 മാർക്ക് ചെയ്യാണ്ട് ഒരു 1/4 ഇഞ്ച് ചേർത്ത് 7.25 ആം ഹോൾ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ അത് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യാനെല്ലാം ഉണ്ടാവും, അത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇവിടെ 7.25 മാർക്ക് ചെയ്തു. നിങ്ങൾ എത്രയാണോ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം ഒരു 1/4 ഇഞ്ച് കൂടെ ചേർത്തിട്ട് നിങ്ങൾ ആം ഹോൾ ലൈൻ മാർക്ക് ചെയ്യണം. ഇപ്പോൾ ആം ഹോൾ കർവ് വരയ്ക്കുന്നതിന് മുന്നേ നിങ്ങൾ നോക്കണം. ഇവിടെ നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 3.5 മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3.25 കൊടുക്കാം, 4 കൊടുക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ കൂട്ടിയെടുക്കരുത്, നല്ലോണം കുറച്ചിട്ടും എടുക്കരുത്. 3-നുള്ളിൽ നിങ്ങൾ കുറക്കരുത്, അന്നേരം ഇടുങ്ങിയ പോലത്തെ കഴുത്തായിരിക്കും കിട്ടുന്നത്. അപ്പോൾ 3.5 ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇവിടെ തന്നെ ഷോൾഡർ ചെരിവ് കൊടുക്കുന്നതും കൂടെ നിങ്ങൾ നോക്കണം. ഈടുന്നിതാ ഈ 3.5 മാർക്ക് ചെയ്ത് ഇവിടെ ഇങ്ങോട്ട് വരക്കാനാണ് പോകുന്നത്. 1/2 ഇഞ്ച് ആ ഒരു ആം ഹോൾ ലൈനിൻ്റെ ആടെ കൊടുത്തിട്ട് ഇതുപോലെ ഞാനിങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ 1/2 ഇഞ്ച് ആം ഹോൾ ലൈൻ്റെ അകത്ത് നമുക്ക് കുറഞ്ഞു പോയി. ഇനി നമുക്ക് ആം ഹോൾ കേവ് വരക്കണ്ടിക്കലോ. നമുക്ക് എന്ത് വേണം? ചെസ്റ്റ് മാർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ എത്രയാണോ ചെസ്റ്റ് വരുന്നത് അതിൻ്റെ 4/1 പ്ലസ് 1/2 ഇഞ്ച് ലൂസും ചേർത്ത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ 37 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. അതിന് 4 കൊണ്ട് ഹരിച്ചാൽ 9.25 കിട്ടും. പ്ലസ് ഒരു 1/2 ഇഞ്ച് ചേർത്ത് 9.25 നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. നിങ്ങൾ ലൂസ് ഇടാതെ ചെയ്യരുത്. 1/2 ഇഞ്ച് ലൂസ് എന്തായാലും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ചുരിദാറാണ്, ബ്ലൗസൊന്നും അല്ല. അപ്പോൾ അങ്ങനെ ടൈറ്റിലല്ല നിൽക്കേണ്ടത്, അത്യാവശ്യം ഫിറ്റായിട്ട് നിൽക്കണം. അപ്പോൾ ഞാനിവിടെ വരച്ചു കൊടുത്തിട്ട് കണ്ടല്ലോ ചെസ്റ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആം ഹോൾ കേവ് വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രഞ്ച് കേവ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് വരക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഈ കോർണറിൽ നിന്ന് എത്ര എടുക്കണം? നിങ്ങൾക്ക് 1.5 ഇഞ്ച് 1.25 ഇഞ്ച് നിങ്ങൾക്ക് എടുക്കാം. 1.5 ഇഞ്ച് നിങ്ങൾ എടുത്തിട്ട് മാർക്ക് ചെയ്താലും നിങ്ങൾക്ക് ചുളിവോ കാര്യങ്ങളോ ഒന്നും വരില്ല.
അപ്പോൾ ഇവിടെ ഇതാ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് തന്നെ വരച്ച് കൊടുക്കുന്നുണ്ട്, കണ്ടോ ഇതേപോലെ. ഇനിയാണ് നമ്മളെ അടുത്ത പണി, ആം ഹോൾ കേവ് അളന്ന് ശരിപ്പെടുത്തൽ നമുക്ക് ഉണ്ട്. അപ്പോൾ നമ്മളെ ആം ഹോൾ റൗണ്ട് അളവ് ബോഡിയിൽ നിന്ന് എടുക്കണം. അതെങ്ങനെയാ അറിയില്ലെങ്കിൽ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ബോഡീൻ്റെ അകത്ത് നിന്ന് എടുക്കുന്നത്, അത് കണ്ടാൽ മതി. നമ്മൾ കൈക്കുഴി ചുറ്റിലും വരുന്ന അളവിൻ്റെ പകുതി ആയിരിക്കണം നമുക്ക് ഈ ഒരു കേവിൽ കിട്ടേണ്ടത്. അപ്പോൾ എനിക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ 16 സൈസ് വരുന്നത്. അപ്പോൾ 16ൻ്റെ പകുതി 8 കിട്ടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, മേലെ ഇതേപോലെ ആ വരഞ്ഞതിൻ്റെ തായിൽ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ഈ ഒരു കേവ് അളന്നിട്ട് 8 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ടാപ്പിനെ ഇങ്ങനെ ചെരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റ് 8 ഇഞ്ച് വരുന്നുണ്ട്. ഒരു പൊടിക്ക് കൂടുതൽ വരുന്നുണ്ടെന്നില്ല, അത് നമുക്ക് കുഴപ്പമില്ല ചുരിദാറിനൊന്നും. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ആം ഹോൾ കേവ് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാമെന്ന് അറിയില്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂടുതലായിട്ട് എടുക്കണം എന്ന് വിചാരിക്കും. എനിക്ക് 8നേക്കാൾ കൂടുതൽ വേണമെങ്കിൽ ഞാൻ ഈ ആം ഹോൾ ലൈൻ ഉണ്ടല്ലോ ഒരു 4 ഇഞ്ച് കൂടെ ഞാനങ്ങ് നീട്ടി വരച്ചിട്ട് ഒന്നും കൂടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നേ. എന്നിട്ട് ഒന്നും കൂടെ കേവ് അങ്ങ് വരച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 8.5 8.15 അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണ് നമുക്കതിനെ ശരിയാക്കി കൊടുക്കേണ്ടത് കേട്ടോ. ഇതേ രീതിയിൽ നിങ്ങളിതിനെ എഡിറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ അളക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ, ഇതിപ്പോൾ അളന്ന് നോക്കിയാൽ നോക്കണം, ഇതാ 8.5 വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ആം ഹോൾ ഒന്ന് ലൂസായി. ഇപ്പോൾ എനിക്കിവിടെ 8.5 ഞാൻ എടുക്കുന്നുണ്ട്. ഒരു ഇത്തിരി ലൂസിൽ നിൽക്കാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് 8.5 തന്നെ എടുക്കാം. ആദ്യം വരച്ച കേവിനെ അങ്ങ് മായ്ച്ച് കളഞ്ഞേക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് കൂടെ കട്ടിയിൽ അങ്ങോട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിപ്പോൾ ചെസ്റ്റിൻ്റെ അപ്പുറത്ത് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കൂടുതൽ സൈഡിൽ വേണം, ഇനിയിപ്പോൾ നല്ല തടി വെച്ച് കഴിഞ്ഞാൽ ലൂസാക്കണ്ടേ എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ 2 ഇഞ്ച് വെച്ചേ. അപ്പോൾ ഞാൻ എന്തായാലും 1.5 ഇഞ്ചാണ് എപ്പോഴും വെച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ ഇതേപോലെ. ഇനി നമുക്ക് അടുത്തത് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യണം. ഈ ഒരു ബോഡി ഉള്ള ആൾക്ക് ബെസ്റ്റ് റൗണ്ട് ഒന്നും കൂടുതലില്ല, ചെസ്റ്റിനേക്കാൾ കൂടുതലൊന്നും ബെസ്റ്റ് റൗണ്ട് ഇല്ല. അതുകൊണ്ട് ഞാൻ നേരെ വേസ്റ്റ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. വേസ്റ്റ് മാർക്ക് ചെയ്യണമെങ്കിൽ ഷോൾഡർ ടു വേസ്റ്റ് ലെങ്ത് എടുത്തിട്ട് അതിന് നേരെ വേണം മാർക്ക് ചെയ്യാൻ. എവിടെയോ കൊണ്ടുപോയി വേസ്റ്റ് റൗണ്ടിന് 4 മാർക്ക് ചെയ്തിട്ട് എന്നാ കാര്യം? നമ്മളെ ബോഡിയിൽ കറക്റ്റ് ആ ഒരു ഷേപ്പിൻ്റെ ലെങ്ത് എടുത്തിട്ട് അത് മനസ്സിലാക്കി അതിന് നേരെ മാർക്ക് ചെയ്താലല്ലേ നല്ല ഷേപ്പിൽ നമുക്ക് നിൽക്കുമല്ലോ. അപ്പോൾ ഇവിടെ വേസ്റ്റ് ലെങ്ത് 13.5 പ്ലസ് ഒരു 1/2 ഇഞ്ച് ചേർത്ത് 14 മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റിന് നേരെ സ്കെയിലിടെ വെച്ചേ. എന്നിട്ട് ഞാനിതാ വേസ്റ്റ് റൗണ്ട് 33 ഹരിക്കണം 4 നോക്കി 8.25 കിട്ടി. ഒരു 1/2 ഇഞ്ച് ലൂസും ചേർത്തിട്ടല്ലേ നമുക്ക് മാർക്ക് ചെയ്യണ്ടേ. അപ്പോൾ 8.25 ഞാനിവിടെ മാർക്ക് ചെയ്ത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ബെസ്റ്റ് സൈസ് ഉള്ളവരാണെങ്കിൽ ഈ ഒരു ചെസ്റ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു വേസ്റ്റിൻ്റെയും ചെസ്റ്റിൻ്റെയും ഇടയിലായിട്ടില്ലേ നമ്മളെ ബെസ്റ്റ് റൗണ്ട് വരുന്നത്, ആ ഒരളവ് മനസ്സിലാക്കിയിട്ട് ബെസ്റ്റ് റൗണ്ടിൻ്റെ 4 കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് അവിടെ ടൈറ്റായിട്ട് നിൽക്കും. നിങ്ങൾ ഓർത്ത് നോക്ക്, ഇതേ രീതിയിൽ എല്ലാ വണ്ണമുള്ളവർക്കും മാർക്ക് ചെയ്താൽ എന്തായിരിക്കും, ഒരു ഷേപ്പില്ലാണ്ട് ബെസ്റ്റൊക്കെ എന്തോ പോലെ ഉണ്ടാവില്ലേ. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. ഇതിപ്പോൾ ഈ ഒരു സൈസുകാർക്ക് ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി. കൂടുതൽ ബ്രസ്റ്റ് സൈസൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെസ്റ്റ് കഴിഞ്ഞ് വേസ്റ്റിലേക്ക് പോയി. ബ്രസ്റ്റ് സൈസ് ഇല്ലവരത് ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് വരെ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അതിന് നേരെ ബെസ്റ്റ് സൈസിൻ്റെ 4 മാർക്ക് ചെയ്യുക. കേവ് ഇതേപോലെ നമുക്ക് വരും, കണ്ടില്ലേ ഒരു കേവ് അവിടെ വരും. അവിടെയാണ് നമ്മളെ ബെസ്റ്റ് നിൽക്കേണ്ടത്. അപ്പോൾ ഷേപ്പിനത് അവിടെ നിന്നോളും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാൻ എന്തായാലും ഇവിടെ ചെറിയൊരു ഷേപ്പ് അളവൊന്നും മാർക്ക് ചെയ്യുന്നില്ല, ഇത്തിരി അവിടെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഹിപ്പും കൂടെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഷോൾഡർ ടു ഹിപ്പ് ലെങ്ത് എടുക്കുക, അതിൻ്റെ അപ്പുറം ഒരു 1/2 ഇഞ്ച് ചേർക്കുക. എന്തിനാ ഈ 1/2 ഇഞ്ച് ചേർക്കുന്നത്? ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പം കയറുന്നതുകൊണ്ടാണ് നമ്മളെപ്പോഴും അങ്ങനെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വേണ്ടത് ഷോൾഡർ ടു ഹിപ്പ് ലെങ്ത് അളന്ന് നോക്കുമ്പം 19 കിട്ടി. അതിൻ്റെ അപ്പുറം 1/2 ഇഞ്ച് ചേർത്തിട്ട് 19.5, അതായത് ആ 19.5ൻ്റെ നേരെയായിരിക്കും നമ്മളെ സൈഡ് ഓപ്പൺ ടോപ്പാണ് നമ്മളെ സ്ലിറ്റഡ് ആയിട്ട് വരുന്നത്. ഓപ്പണിങ് വരുന്നത് ആടുന്ന മുതലായിരിക്കും. അപ്പോൾ ഇവിടെ 39 ഹിപ്പ് റൗണ്ട് വരുന്നത്. അപ്പോൾ 39ൻ്റെ 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 9.25 വരുവേ. അപ്പോൾ 9.25 ഇപ്പോൾ 1/2 ഇഞ്ചും ചേർത്തിട്ട് എത്രയാണ് കണക്ക് കിട്ടുന്നില്ലല്ലോ, 10.25 നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം.
കേട്ടോ. ഇതേ രീതിയിൽ എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുമ്പം വെറും 1 ഇഞ്ച് മാത്രമേ കൊടുക്കാവൂ. മേലെ 1 2 കൊടുത്തിട്ടുണ്ടെങ്കിലും സ്ലിറ്റിൻ്റെ ആടെ ഹിപ്പിൻ്റെ അളവ് മാർക്ക് ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് തയ്യൽ തുമ്പ് 1 ഇഞ്ച് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് മടക്കി സൈഡ് ഓപ്പണിങ് മടക്കി നമുക്ക് ചെയ്ത് കൊടുക്കാനില്ല. അപ്പോൾ നമുക്ക് പ്രശ്നമായിരിക്കും 1 ഇഞ്ച് മാത്രം. ഇതിപ്പോൾ ഓർമ്മയുണ്ടാവില്ലെങ്കിൽ എഴുതി വെക്കണം ഈ പോയിന്റ് നിങ്ങൾ. പിന്നെ ഏതായാലും ഒരു കാര്യം കൂടെ പറയാം. നല്ല വണ്ണമുള്ള ആൾക്കാരാണ്, വയറുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഹിപ്പിൻ്റെ അടയൊക്കെ കുറച്ച് കൂടുതൽ ലൂസ് ഇട്ട് കൊടുക്കേണ്ടത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടൈറ്റായി നിൽക്കുന്ന പോലെ ഉണ്ടാവും. പിന്നെ ഹിപ്പ് താഴ്ത്തി എടുക്കരുത് നിങ്ങൾ. അതായത് സൈഡ് ഓപ്പൺ ചെയ്യുന്നില്ലേ, സ്ലിറ്റഡ് ആയിട്ട് കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് എടുക്കുന്നവരുണ്ട്. അങ്ങനെ എടുക്കാണ്ട് ഓപ്പണിങ് കുറച്ച് മേലേന്നേ തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചൊരു ലൂസിൽ നിൽക്കുന്ന പോലെയാണ് ഉണ്ടാവുക. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ ഇത്ര വരെ മാർക്ക് ചെയ്തേ. കറക്റ്റ് ഓപ്പണിങ് ചെയ്യേണ്ട ആടെയൊക്കെ ഒരു ചോക്ക് കൊണ്ടൊന്ന് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് വെച്ചോ. ഇനി ആടുന്ന തായിലോട്ടേക്ക് നമ്മൾ തായിലത്തെ ബോട്ടം വിഡ്ത്തൊക്കെ മാർക്ക് ചെയ്യാനാണ് പോകുന്നത്. അത് 2 രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ടും എടുക്കാം, കുറച്ച് ക്രോസ് ആയിട്ടും എടുക്കാം, തായിലത്തെ വീതി അനുസരിച്ചിട്ട്. അപ്പോൾ ഈടെ ഈ ഒരാൾക്ക് വേണ്ടുന്നത് സ്ട്രെയിറ്റ് കട്ടാണ് വേണ്ടത്. തായിൽ നല്ല വീതിയൊന്നും വേണ്ട, സൈഡിലേക്ക് കൂടെ കുറച്ച് പാൻറ്റൊക്കെ കാണുന്ന രീതിയിൽ മതിയെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെരിച്ചിട്ട് ഞാൻ വെക്കുന്നില്ല. ഇനി ഇതാ ഇവിടുത്തെ അളവ് ഹിപ്പിൻ്റെ ആ ഒരു അളവ് 10.4 തന്നെയാണ് ഞാൻ തായിലും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ ഒരു 1/4 ഇഞ്ച് അല്ലെ 1/2 ഇഞ്ച് ജാസ്തി എടുത്ത് കൊടുക്കാം. പക്ഷെ അങ്ങനെയൊന്നും വേണ്ട, ഇത് കറക്റ്റ് സ്ട്രെയിറ്റ് കട്ട് എടുത്താൽ മതിയെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തായിലും 1 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. നമ്മൾ ഈ സൈഡ് രണ്ടും മടക്കി 1/2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഹിപ്പിൻ്റെ ആടെയും തായിലത്തും 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാൻ ഞാൻ പറയുന്നത്. മുകളിലോട്ട് വേസ്റ്റിൻ്റെയും ബെസ്റ്റിൻ്റെയും ചെസ്റ്റിൻ്റെയും എല്ലാം ആടെയെല്ലാം നിങ്ങൾ 1.5 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ടാകുമ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് എല്ലാം തമ്മിൽ ജോയിൻ്റ് ആക്കി കൊടുക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങളെ വിടുവേ. ഇത്രയും ആയാൽ നമുക്കിനി നെക്കും കൂടി ആക്കണം. അതിന് മുന്നേ ഞാൻ തായിൽ മടക്ക് ഭാഗമാണ് വരുന്നത്. തുണിയൊന്നും എക്സ്ട്രാ ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യണം. ഫ്രണ്ട് ആം ഹോള് ലേശം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ആ 2 പണിയാണ് നമുക്കുള്ളത്. എന്നിട്ട് നല്ല തുണിയിൽ ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ നെക്ക് വിഡ്ത്ത് ഓൾറെഡി മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്ക് ലെങ്ത്ത് 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 8 അല്ലെങ്കിൽ 7, 8നേക്കാളും താത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാണുന്ന രീതിയിലായി പോവും. ഇനിയിപ്പോൾ അങ്ങനെ വേണ്ടെങ്കിൽ ഒരു 9 കൊടുക്കാം. പക്ഷേങ്കിൽ ബോറായി പോകും കേട്ടോ, ലേശം കാണുന്ന രീതിയിൽ ആയി പോവും. അന്നേരം നമുക്ക് അത്ര കംഫർട്ടായിരിക്കില്ലല്ലോ. അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാൻ ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 8 ഇഞ്ച് മാർക്ക് ചെയ്ത് ആടുന്ന് 1/2 ഇഞ്ച്, വെറും 1/2 ഇഞ്ച് മാത്രമാണ്, തെറ്റിക്കരുത്. നിങ്ങൾ കൂട്ടി മാർക്ക് ചെയ്യരുത്. ശ്രദ്ധിച്ചിട്ട് 1/2 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം നമുക്കിത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ നെക്ക് വരച്ചു കൊടുക്കേണ്ടത്. ബാക്ക് നെക്ക് നമുക്ക് ഒന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ വെക്കാം. ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് നെക്കിൻ്റെ ജസ്റ്റ് ഒരു ഷേപ്പ് പോലെ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. 1 ഇഞ്ചൊന്നും എടുത്ത് താഴ്ത്തി കൊടുക്കുകയേ ചെയ്യാൻ പറ്റൂലേ. അപ്പോൾ ഞാൻ എന്തായാലും നെക്ക് കട്ട് ചെയ്യുന്നില്ല, ബാക്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് കോളർ സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇത് ഇത്ര വരെ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി ഇതാ ഫ്രണ്ടിലെ ആം ഹോള് ഒരു ലേശം ഒരു 1/4 ഇഞ്ച് ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഓരോ ആളെ ബോഡി നോക്കിയിട്ട് നമുക്കത് മനസ്സിലാക്കി ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അത് നിങ്ങൾ കുറേ ചെയ്ത എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആം ഹോളിൽ ചുളിവ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമുക്കിതങ്ങോട്ട് കട്ട് ചെയ്യൽ പരിപാടിയാണേ. അപ്പോൾ ഒന്ന് അളവെല്ലാം ഒന്ന് കറക്റ്റ് അല്ലേന്നും കൂടെ ഒന്ന് ലാസ്റ്റ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ കത്രിക വെക്കലുള്ളൂ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്യുക. ഷോൾഡർ വരച്ച അതിൽ കൂടെ കട്ട് ചെയ്യുക. എന്നിട്ട് ആം ഹോള് കട്ട് ചെയ്യുമ്പോൾ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ രണ്ടാമത് വരച്ച് കുറച്ച് കുഴിച്ച് കട്ട് ചെയ്ത് വരച്ചു കൊടുത്ത് അതിൽ കൂടെ കട്ട് ചെയ്യാൻ പറ്റൂലേ. ആദ്യം വരച്ച ആം ഹോൾ കേവില്ലേ അതിൽ കൂടെ കട്ട് ചെയ്യണം. കാരണം ബാക്കിൽ കുഴിച്ച് കട്ട് ചെയ്തത് വേണ്ട. എന്നിട്ട് ഫ്രണ്ട് പാർട്ട് സെപ്പറേറ്റ് എടുത്തിട്ടിട്ട് ആ ഒരു വരച്ച കേവ് ഒന്ന് കട്ട് ചെയ്താൽ മതി. രണ്ടും കൂടെ ഒപ്പരം വെച്ച് കട്ട് ചെയ്യല്ലേ. ഇപ്പോൾ ഇതാ ഇവിടുന്ന് ഇങ്ങനെ താളം കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലിറ്റിൻ്റെ ആടെ നമ്മളെ ഹിപ്പിൻ്റെ ആ മാർക്ക് ചെയ്ത ആടെ ചെറിയൊരു നോച്ച് മാർക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്
ചെറുങ്ങനെ ഒന്ന് അടയാളം നിങ്ങൾക്ക് അവിടെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി ഇതാ ഈ ഒരു ബാക്ക് പാർട്ടിനെ അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ഈ ഒരു ഫ്രണ്ടിലെ 4 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്തതും നെക്കും ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. കണ്ടേ, നെക്ക് കട്ട് ചെയ്യുന്നത് കണ്ടേ, തെറ്റിക്കാണ്ട്. ഇവിടെ നിങ്ങൾ കൂടുതൽ തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ പറ്റിപ്പോവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് 1/2 ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങ് കട്ട് ചെയ്തെടുക്കുക. നല്ല മോഡൽ കുർത്തിയാണ്, നല്ല ഫാഷനുള്ള കുർത്തിയാണ് ചെയ്യുന്നത് നമ്മൾ. ഇനിയും ഇഷ്ടം പോലെ മോഡൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇനിയും കുറേ തുണി വാങ്ങി വെച്ചതുണ്ട്, കുറച്ച് ആൾക്കാർ സ്റ്റിച്ച് ചെയ്ത് തന്നത് വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട് നിങ്ങളെ കാണിക്കാൻ. ഇനി ഇതാ നല്ല തുണി എടുത്ത് വെച്ചിട്ട് നമുക്ക് ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. മടക്കി ഇട്ടിട്ട് തന്നെ കട്ട് ചെയ്യാം. നോക്കണേ, തുണി മടക്കി ഇട്ടിട്ടുണ്ട്. 2ആയി മടക്കി ഇട്ടിട്ട് ആദ്യം ഒരു പാർട്ട് കട്ട് ചെയ്യാം. ഇതാ നോക്കണേ നിങ്ങൾ, ഞാനിതാ 2ആയി ഇങ്ങനെ മടക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന്, എന്നിട്ട് ഇതാ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ പിൻ ചെയ്ത് വെച്ചത് കണ്ടല്ലോ. നെക്കിൻ്റെ പാർട്ടിൽ അതേപോലെ അടുപ്പിച്ച് വെക്കണം, അവിടെ സ്പേസ് ഒന്നും കൊടുക്കരുത്. അപ്പോൾ നമുക്ക് പ്രശ്നമാകുമേ. ലൈനിങ് കറക്റ്റ് വെച്ച് കട്ട് ചെയ്യുമ്പം ഇതിലെ ഈ മുകളിലേക്ക് കൂടി അങ്ങ് കട്ട് ചെയ്താൽ മതി. ഒരു 4 ഇഞ്ച് വരുന്ന രീതിയിൽ വെച്ച് കട്ട് ചെയ്താൽ മതി. ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്താൽ അവിടെ ശ്രദ്ധിക്കണേ. എന്നിട്ട് ആം ഹോളിൻ്റെ ഇവിടെയൊക്കെ 4 ഇഞ്ച് വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്യുക. ഇവിടെയൊക്കെ 4 ഇഞ്ച് പുറത്തേക്കൂടെ അങ്ങ് കട്ട് ചെയ്താൽ മതി. താഴെ അത് അത്ര തന്നെ ലെങ്ത്ത് നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ട് ബാക്ക് പാർട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ചെയ്തത് കണ്ടല്ലോ, ശ്രദ്ധിച്ചിട്ട് ഒന്ന് നോക്ക്. ഇതാ ഈ ഒരു നെക്കിൻ്റെ ഭാഗമൊക്കെ കണ്ടല്ലോ, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടതേ. ഇതാ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തു. ലൈനിങ് വെച്ചത് കണ്ടില്ലേ, നെക്കിൻ്റെ അവിടെ പിന്ന് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ഇനി ഇതേപോലെ ബാക്ക് പാർട്ടും ഇപ്പുറത്ത് ഇങ്ങോട്ട് മടക്കിയിട്ട് കട്ട് ചെയ്യാം. സ്ലീവിന് തുണി എത്തുന്നില്ലേ എന്നെല്ലാം പ്രത്യേകം നോക്കിക്കോളണേ. അപ്പോൾ ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങോട്ട് മടക്കി ഇടട്ടെ, അങ്ങ് മടക്കി വെച്ചേക്കാം. ഞാൻ പറഞ്ഞ പോലെ കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്നത് കൂടെ ഒന്ന് നോക്കിയേക്കാം. സ്ലീവിന് ലൈനിങ് ഒന്നും നമ്മൾ വെക്കുന്നില്ല. ഒരു 3/4 വരുന്ന രീതിയിലുള്ള സ്ലീവ് എടുക്കാം. ഒരു 16 ഇഞ്ച് ലെങ്ത്ത് അങ്ങനെ എടുക്കാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യേണ്ട തുണിയാണിത്. ഞാനൊരു പീസ് തുണി ആദ്യമേ അങ്ങ് സ്ലീവിന് കട്ട് ചെയ്ത് വെച്ചതാണേ. അപ്പോൾ നിങ്ങൾക്ക് നീളവും വീതിയും എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് പോകുന്നത്. ശ്രദ്ധിച്ച് തന്നെ ഇങ്ങോട്ട് നോക്കണം. ഈ തുണീനിപ്പോൾ 2ആയി ഇങ്ങനെ മടക്കിയിട്ടിട്ടാണ് ഇല്ലതേ, കാണുന്നില്ലേ നിങ്ങൾ? 2 സ്ലീവ് ഒപ്പരം കട്ട് ചെയ്യാനാണ് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ ഈടുന്നിതാ കട്ട് ചെയ്തിട്ട് 2 തുണിയാക്കിയിട്ട് ഇതിനെ മാറ്റാം. എന്നിട്ട് ആദ്യം ഒരു സ്ലീവ് കട്ട് ചെയ്ത് പിന്നെ മറ്റേ സ്ലീവ് അങ്ങനെ ആക്കി കൊടുക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല, നമുക്ക് ഒപ്പരം തന്നെ അങ്ങ് കട്ട് ചെയ്തേക്കാം. അപ്പോൾ ഇനിതാ ഈ 2ആയി മടക്കിനെ ഒന്നും കൂടെ ഞാൻ അങ്ങോട്ട് മടക്കിയിട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ട്. കാണുന്നില്ലേ, ഇതേപോലെ. ഇനി ഇതിൻ്റെ വീതി എത്തുന്നുണ്ടോ നോക്കണം. നമുക്ക് നീളം എന്തായാലും കിട്ടുന്നുണ്ട്. അതിന് മുന്നേ ഈ മുകളിൽ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ചെരിവും വളവെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമല്ലേ. അപ്പോൾ ലെങ്ത്ത് ലൈനിങ് വെക്കാത്തതായതുകൊണ്ട് തായിൽ മടക്കിയെടുക്കാൻ 1 ഇഞ്ചും ഷോൾഡറിൻ്റെ അടുക്ക ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ചും അങ്ങനെ 1.5 ഇഞ്ചാണ് നമ്മൾ ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 17 ഇഞ്ച് ഫുൾ ലെങ്തായി എടുത്തിട്ടുണ്ട്. അവിടെ ഒരു മാർക്കിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനത്തെ തുണിയായിട്ട് ഞാൻ വരയ്ക്കുന്നതൊന്നും നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ഏതായാലും ഇതാ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതിയെ. 17 ഇഞ്ചിൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത്. ഇനി ഇതിൻ്റെ വിഡ്ത്ത് എങ്ങനെയാണ് എടുക്കുന്നതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാനൊന്ന് കൊടുത്തേക്കട്ടെ. ലൈൻ കൊടുത്തിട്ട് ലെങ്ത്ത് കണക്കാക്കിയിട്ട് അതിനെ ഒന്നങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. നമ്മൾ തയ്യൽ തുമ്പ് അടക്കമല്ലേ മാർക്ക് ചെയ്തത്. അപ്പോൾ ഇതാ അതിനൊന്ന് മാറ്റിയിട്ട് നമുക്ക് വിഡ്ത്ത് എങ്ങനെയാണെന്നുള്ളതും കൂടെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വിഡ്ത്തായിട്ട് 2ആയി മടക്കിയിട്ടിട്ട് അതിൻ്റെ വിഡ്ത്ത് നിങ്ങൾ എടുക്കേണ്ടത് നമ്മൾ ആം ഹോൾ കേവ് അളന്ന് നോക്കിയിട്ട് അത് എത്രയാണോ ഇല്ലത് അതാണ് എടുക്കേണ്ടത്. നമുക്കിപ്പോൾ 8.5 ഉണ്ട്. അപ്പോൾ 9 ഇഞ്ച് നമുക്ക് സ്ലീവിൻ്റെ വിഡ്ത്തായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്ത ആടുന്ന തായിലേക്ക് ഒരു 3.25 അല്ലെങ്കിൽ 4 ഇഞ്ച് വരെ നമുക്ക് താഴ്ത്തി മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതാ ഈ ഒരു മിഡ് പോയിൻ്റ് 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തേക്ക് ക്രോസ് ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കണം. ചോക്കിൻ്റെ കളറ് ലൈറ്റ് കളറല്ലേ, ഇതാ കണ്ടോ വരച്ചത് കണ്ടില്ലേ. ഇനി ഈ ഒരു ക്രോസ് ലൈൻ അളന്ന് നോക്കിയിട്ട് നമുക്ക് 8.5 നമ്മളെ പോയിൻ്റ് വരെ വരുന്ന അളവ്. ആ ഒരു 8.5 നമുക്ക് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം. ബാക്കി വരുന്നത് നമ്മൾ തയ്യൽ തുമ്പായും എടുക്കാം. എത്രയാണോ ആം ഹോൾ കേവ് ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് ഇതെല്ലാം ചെയ്യേണ്ടത്. ഇത് നമ്മളെ തയ്യൽ തുമ്പ്. ഇനി നമുക്ക് ഇപ്പം മാർക്ക് ചെയ്ത ആ ഒരു 8.5 മിഡ് പോയിൻറ്റിൽ മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്.
എന്നിട്ട് വേണം കേവ് ഷേപ്പ് വരക്കാൻ. അത് ലാസ്റ്റ് വരക്കേ. അതിന് മുന്നേ ഞാൻ താഴത്തെ സ്ലീവ് വണ്ണം എടുത്തിട്ട് അതെല്ലാം ഒന്ന് മാർക്ക് ചെയ്യാനാണ് പോകുന്നത്. താഴത്തെ സ്ലീവ് വണ്ണം ഞാൻ ലൂസും കൂടെ ആഡ് ചെയ്തിട്ട് 4.5 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും മാർക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാം. നമ്മൾ ഫുൾ സ്ലീവ് എല്ലാം ചെയ്യുമ്പം ചിലർക്ക് നല്ല ടൈറ്റായി നമുക്ക് മുട്ട് മടക്കാൻ പറ്റാത്ത രീതിയിൽ ഒക്കെ ആയി പോകലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു എൽബോ റൗണ്ട് ഇല്ലേ, നമ്മൾ ആ മുട്ടിൻ്റെ ആടെ വരുന്ന റൗണ്ട് അതും ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമുക്കിങ്ങനെ മുട്ട് മടക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് അളവെടുത്തിട്ട് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. ഞാനിപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് അത് കാണിച്ചു തന്നിട്ടില്ല. ഏതായാലും ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തമ്മിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. തയ്യൽ തുമ്പും ശരിയായ പോയിന്റ്സ് ഒക്കെ തമ്മിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, സ്ലീവ് ആണ് നമുക്ക് ഏറ്റവും ഈസി. പക്ഷേ പലർക്കും ഈ ഒരു മെത്തേഡ് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ടാണ്, അളവ് വീതിൻ്റെതാണ് അധികം ആൾക്കാർക്കും അറിയാത്തതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലേ നമ്മൾ എടുത്ത് കൊടുക്കണ്ടോ. ഇനി ലാസ്റ്റ് ഷേപ്പ് വരയ്ക്കുമ്പോൾ കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിതാ തയ്യൽ തുമ്പ് കൂട്ടാണ്ട് നമ്മൾ 8.5 മിഡ് പോയിന്റിൽ നമുക്കൊരു മാർക്കിങ് കൊടുക്കാം. ഇതാ മിഡ് പോയിന്റിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. എന്നിട്ട് ഇതാ ഇവിടെ ഒരു 1/4 ഇഞ്ച്, ഇപ്പുറത്തെ ഭാഗത്ത് തായിൽ 1/2 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്തിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ നേരെ വന്ന് എന്നിട്ട് നമ്മൾ മിഡ് പോയിന്റിലേക്ക് ചെരിച്ച് കൊടുത്ത് ഇതാ താഴെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ടച്ച് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് അങ്ങ് കൊണ്ടു കൊടുക്കുക. കണ്ടില്ലേ, ഇതേ രീതിയിലാണ് നമ്മൾ സ്ലീവ് ആക്കി കൊടുക്കേണ്ടത്. ഇതാ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമ്മൾ സ്ലീവിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രം വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. അതെല്ലാം പിന്നെ ഇതാ ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ, നോക്കണം. എന്നിട്ട് ഇതാ മിഡ് പോയിന്റിൽ ഒരു ചെറിയ നോച്ച് മാർക്ക്, ചെറിയൊരു കട്ടിങ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സ്ലീവിനെ ഇങ്ങനെ നിവർത്തിയിട്ട് ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിൽ നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ഇതുപോലെ നല്ല ഭാഗവും മുട്ടിച്ച് വെക്കണം. കണ്ടോ, നിങ്ങൾ ഈ പുറമേ കാണുന്ന മോശം ഭാഗമാണേ. സ്ലീവിൻ്റെ നല്ല ഭാഗവും തമ്മിൽ ഇതുപോലെ മുട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് തെറ്റിച്ച് കഴിഞ്ഞാൽ എല്ലാം തെറ്റിപ്പോവേ. നല്ല വൃത്തിക്ക് ഇങ്ങനെ അതേപോലെ തന്നെ വെക്കണം. എന്നിട്ട് വേണം നമുക്ക് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഇതേ രീതിയിൽ 1/4 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ ബോഡി പാർട്ടിൽ എത്രയാണോ കുഴിച്ച് കട്ട് ചെയ്തത് അത്ര തന്നെ വേണം നമ്മൾ ഈ ഒരു സ്ലീവ് പോർഷനിലും കുഴിച്ച് കട്ട് ചെയ്യാൻ. ആടെ 1/2 ഇഞ്ചും ഈടെ വന്നിട്ട് 1/4 ഇഞ്ചും എടുത്തു കഴിഞ്ഞാൽ എല്ലാം തെറ്റിപ്പോകും. സ്ലീവ് ജോയിൻ ചെയ്യാൻ നേരത്തെ ഏറ്റക്കുറച്ചിൽ വരും, അങ്ങനത്തെ സീൻ കാര്യങ്ങളൊക്കെ വരും. അതെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പണിയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ, കോളർ കട്ടിങ് അല്ലേ ബാക്കിയുള്ളത്. ഈ ഒരു സ്ലീവിനെ മാറ്റി വെക്കുന്നതിന് മുന്നേ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗത്ത് ഒരു ചെറിയൊരു നോച്ച് മാർക്ക് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ നേരത്തെ തിരിയൂല കേട്ടോ. അതുകൊണ്ട് എന്തായാലും ചെറിയൊരു കട്ടിങ്സ് വലിയങ്ങനെയൊന്നും കട്ട് ചെയ്തേക്കരുത്. ഇതെല്ലാം അങ്ങോട്ട് നിൽക്കട്ടെ. ഇനി ഇതാ കോളർ കട്ട് ചെയ്യാൻ പോയെന്ന്. അപ്പോൾ ലൈനിങ് ഞാൻ ഇതുപോലെ എടുത്തിട്ട് രണ്ടും ഒരേപോലെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത രീതിക്ക് തന്നെ വെച്ചിട്ട് ഞാൻ നെക്ക് ഒന്ന് അളന്ന് നോക്കാനാണ് പോകുന്നത്. ശരിക്കും നോക്ക്, ഇവിടുന്ന് ഇങ്ങനെ അളന്ന് ഇവിടെ എത്തുമ്പം ഫ്രണ്ടിലെ നെക്കിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെരിച്ച് കൊണ്ടുവന്നിട്ട് നോക്കണേ. ഇതേപോലെ വെച്ച് അടുത്ത 1/2 ഇഞ്ചും കൂടെ നമുക്ക് എടുക്കണം. അപ്പോൾ 14 ഇഞ്ച് നമ്മളെ നെക്ക് അളന്നപ്പോൾ കിട്ടി. അപ്പോൾ തുണി നിവർത്തുമ്പം നേരെ ഇരട്ടിയാവുമല്ലോ. 14 എത്രയാ, 28 ഇഞ്ച് വരും നമുക്ക്. അപ്പോൾ 28ൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് അല്ലെങ്കിൽ 5 ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് വേണം നമുക്ക് കോളർ കട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് ഇത് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ലാസ്റ്റ് ഞാൻ ഒന്നും കൂടി എങ്ങനെ അളന്നേന്ന് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് കോളർ കട്ട് ചെയ്യേണ്ട തുണിയും കാര്യങ്ങളും എടുത്തിട്ട് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ കോളറിൻ്റെ വീതി എന്ന് പറയുന്നത് 1 ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാൽ കാണണം. അപ്പോൾ 2ആയി മടക്കിയിട്ടില്ലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ നീളം ഞാൻ പറഞ്ഞ പോലെ ഒരു 28, 29, 30, ഒരു 33 അത്രത്തോളം അങ്ങനെ എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ എടുത്തോ, ലാസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനെല്ലാം പറ്റും. ആ ഒരു രീതിയിൽ എടുക്കുക. അളന്ന് നോക്കിയിട്ട് അതിനേക്കാളും ഒരു 5 ഇഞ്ച് ജാസ്തി നിങ്ങൾ എടുത്തോ. ഇനി ഇതിൻ്റെ വീതിയാണ് ഞാൻ പറയുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇഞ്ചിൽ നിൽക്കണം. അപ്പോൾ ഞാൻ 3 ഇഞ്ച് വീതി ടോട്ടൽ എടുത്തിട്ടുണ്ട്. മടക്കിയിട്ട് നമ്മൾ വെക്കൂലേ, അപ്പോൾ 3 ഇഞ്ച് വീതിയിൽ ഞാൻ ഈ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നല്ല തുണി കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്.
ഇതാ നല്ല തുണീൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ നിവർത്തി വെച്ച് ഒരു 1/4 ഇഞ്ച് പുറത്തേ അധികം വരുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലാണ്ട് ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നല്ല തുണി കുറവ് വന്നിട്ടുണ്ടെങ്കിലോ, എന്നിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് അധികം വരുന്നതിനങ്ങ് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിഫ് വെക്കാം. ഇനി സ്റ്റിഫ് ഇല്ലാത്തവരാണെങ്കിൽ ക്യാൻവാസ് വെക്കാം. ക്യാൻവാസ് ഇല്ലാത്തവരാണെങ്കിൽ ലൈനിങ്ങിൻ്റെ തുണി ഒരു പീസ് കൂടി എടുത്തോ, കുറച്ചും കൂടി ഒരു തടിപ്പ് കിട്ടണ്ടിക്കൽ കേട്ടോ. അപ്പം ഞാൻ 2 തുണി എടുക്കുന്നുണ്ട് ലൈനിങ്ങിൻ്റെ. അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്, സ്റ്റിഫോ കാര്യങ്ങളൊന്നും കയ്യിൽ ഇപ്പോൾ തൽക്കാലം ഇല്ലാത്തതുകൊണ്ട്. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ടായിരിക്കും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിതാ ഈ ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ ഇങ്ങനെ ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അധികം വരുന്ന നല്ല തുണീനെ അങ്ങ് കട്ട് ചെയ്ത്, ലൈനിങ് ഒന്നും കട്ട് ചെയ്യാൻ പറ്റൂലേ, ഈ നല്ല തുണീനെ അങ്ങ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് ഇവിടെ നിൽക്കട്ടെ, ലാസ്റ്റ് അയൺ ചെയ്യാനെല്ലാം ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മളെ തുണി ഇതുപോലെ എടുക്കുക. നമ്മളെ ബാക്ക് പാർട്ട് ആദ്യം ഇതുപോലെ എടുത്തിട്ട് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നല്ല തുണീൻ്റെ മോശം ഭാഗത്താണ് ലൈനിങ് വെച്ച് കൊടുക്കേണ്ടത്, ഓർത്ത് വെക്കണം. മോശം ഭാഗത്ത് ഇതേപോലെ ലൈനിങ് വെച്ചിട്ട് നമ്മൾ പിന്നൊക്കെ ചെയ്ത് കൊടുക്കുക. ഒരാൾ അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, കുറച്ച് പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പിൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് മുന്നേ ലൈനിങ്ങിൻ്റെ താഴത്തെ ഭാഗം ആദ്യം തന്നെ മടക്കിയെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആവൂല കേട്ടോ. ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം ഒരു 1/4 ഇഞ്ച് അളവിൽ രണ്ടോട്ടൊന്നിങ്ങനെ മടക്കിയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്ക്. എന്നിട്ട് ഫുള്ള് അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതേപോലെ. ഇനി സൈഡിൽ അധികം വരുന്നതിനെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കാം. ഫ്രണ്ട് പോർഷനും ഇതുപോലെ തന്നെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും നിങ്ങളെ കാണിക്കുന്നത്. ഫ്രണ്ട് പാർട്ട് ചെയ്ത് ഇനി ഇതാ സ്ലീവ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. സ്ലീവിൻ്റെ താഴെ ഭാഗം 1 ഇഞ്ചല്ലേ നമ്മൾ മടക്കി അടിക്കാൻ വിട്ടത്, അതാണ് ഞാൻ മടക്കി അടിച്ചിട്ട് വെക്കുന്നുണ്ട്, നിങ്ങൾ കാണിക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് കോളർ എടുക്കാം. അപ്പോൾ ഞാനിതാ പകുതിയായിട്ട് അയൺ ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ആക്കി കൊടുക്കണേ, കണ്ടല്ലോ. നമുക്കിനി ഷോൾഡർ ജോയിൻ ചെയ്യാം. ഇതേപോലെ നല്ല ഭാഗം മുട്ടിച്ച് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാൻ ചെയ്തത് കണ്ടല്ലോ. ഇതാ ഈ രീതിയിൽ തയ്യൽത്തുമ്പ് കാണുന്ന രീതിയിൽ തന്നെയാണ് ഞാനിതാ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുള്ളതേ. അപ്പോൾ ഇനി ഞാനിതാ അളന്ന് നോക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കോളർ അളന്ന് നോക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇത്ര വരെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടാകുമ്പം കോളറിൻ്റെ തുണി കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം നിവർത്തി വെച്ചിട്ട് കണ്ടല്ലോ. എന്നിട്ട് ഈ കോളറിന് എത്രത്തോളം അധികം വന്നു എന്നെല്ലാം നോക്കാം. നമ്മൾ ഇതേ രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ കണ്ടല്ലോ, തുണി എടുത്തത് കണ്ടല്ലോ, കുറച്ച് അധികം വരുന്നുണ്ട്, അത് നമുക്ക് കുഴപ്പമില്ല. ലാസ്റ്റ് നമുക്ക് ഇങ്ങ് കട്ട് ചെയ്ത് മാറ്റിയേക്കാം. അപ്പോൾ ഇതേ രീതിയിൽ കുറച്ച് അധികമായിട്ട് തന്നെ നിങ്ങൾ എന്തായാലും എടുക്കണം. ഒരു ഇത്തിരി അങ്ങ് കട്ട് ചെയ്തങ്ങ് മാറ്റിയിട്ടുണ്ട്, മനസ്സിലായല്ലോ. 2ആയി മടക്കി നമ്മൾ കോളറിൻ്റെ ആ ഒരു അറ്റത്തെ ഒരു സ്റ്റിച്ച് കൊടുത്ത് ഒന്നാടെ ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ആ ഓപ്പണിംഗ് എല്ലാം നമ്മളൊന്ന് സ്റ്റിച്ചിട്ടങ്ങ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ലേസ് വെക്കൽ പരിപാടി ഉണ്ട് അത്രേ. നിങ്ങൾക്ക് ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. ഞാൻ എന്തായാലും ഒന്ന് ലേസൊക്കെ വെച്ചൊന്ന് സ്റ്റൈലിഷ് ആക്കിയേക്കാം എന്ന് കരുതിയിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ലേസ് വെക്കാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ കോളറിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ തിരിച്ചിടുമ്പം ഇതേ രീതിയിലൊന്ന് വരുന്ന പോലെ നമുക്ക് ആക്കിയിട്ട് കൊടുക്കാം. നമ്മളെ ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ ആ മടക്കിയതിൻ്റെ ആടെ സ്റ്റിച്ച് കൊടുത്തില്ലേ, ആടെ നിന്ന് ഇതേപോലെ ലേസ് സ്റ്റിച്ച് ചെയ്ത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി, കൺഫ്യൂഷൻ വരികയാണെങ്കിൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ആ താഴേന്നായിരിക്കും തുടങ്ങുവേ. താഴേന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മേലോട്ടെത്തും. നമ്മളൊരു 1/4 ഇഞ്ച് അളവിൽ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് അളവിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം എടുത്ത കണക്ക് പ്രകാരം അറേഞ്ചാ ചെയ്യണ്ടേ, പക്ഷേ ഞാൻ കുറച്ച് തുണി അങ്ങ് കോളറിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്തങ്ങ് കളഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ 1/4 ഇഞ്ച് അളവിലായിരിക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതെല്ലാം നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നോക്കിയും കണ്ടും ചെയ്യണം. ഈ ഒരു കോളറിൻ്റെ ഈ ഒരു മേലത്തെ ഭാഗത്ത് ഷോൾഡറിൻ്റെ ഭാഗത്തെത്തുമ്പം ഇങ്ങനെ ചെരിച്ച് വളച്ചിട്ടൊക്കെ വെക്കണം നിങ്ങൾ കേട്ടോ. കണ്ടോ, നിങ്ങൾ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ആ തായിൽ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ഈട വരെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. അതിന് മുന്നേ നമുക്ക് ചെറിയൊരു കട്ടിങ്സ് അവിടെ കൊടുക്കാനുണ്ട്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇതേപോലെ തിരിച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നിന്നോളും. ഈ ഒരു ബോഡി പാർട്ട് എടുത്തിട്ട് താഴെ ഭാഗമാണ് ഇടാം. ഇതിൻ്റെ 2 സൈഡിലും ഒരു 1/4 ഇഞ്ച് അളവ് എടുത്തിട്ട് 2 സൈഡിലും ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ കൂടുതലായി പോയാൽ പണിയായി പോവും. ഇപ്പുറത്തെ സൈഡും കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈട വരെ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് നിർത്തുകയാണ് ചെയ്യേണ്ടത്. കണ്ടല്ലോ, ഈട വരെ. അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക.
അപ്പോൾ ആ കീറ് വെച്ച സ്ഥലത്ത് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, സ്റ്റിച്ചിങ് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കണ്ടോ നിങ്ങൾ, ഫുള്ള് ഞാൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്തേ ഇല്ലേ, അതിൻ്റെ തൊട്ട് മേലെ ഈ കോളറേൻ്റെ ഈ ഭാഗവും നമുക്കങ്ങ് കട്ട് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് ആ സ്റ്റിച്ച് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലേ നമുക്ക് ഉള്ളിലേക്ക് അതിനെ ഇടാൻ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? ഈ താഴെ ഭാഗത്ത് നേരത്തെ കട്ട് ചെയ്തതിൻ്റെ തൊട്ട് മുകളിൽ കോളറയാണ് നമ്മളിപ്പം കട്ട് ചെയ്യുന്നത്. തെറ്റിച്ചേക്കരുത്, നല്ല തുണിയിൽ കയറിപ്പോകരുത്. കോളറേൻ്റെ ഭാഗം മാത്രം ചെറിയൊരു കട്ടിങ് ഞാൻ കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും കൊടുത്തേക്കണം, മറന്ന് പോകരുത്. എന്നിട്ടിതാ ആദ്യം ഒരു ഭാഗം ഉള്ളിലേക്ക് എടുത്തിട്ടു. എന്നിട്ടിതാ ഇപ്പുറത്തെ പീസിനെയും ഞാനിതാ ഉള്ളിലേക്ക് അങ്ങനെ എടുത്തിട്ട് കൊടുത്തു. ഇതേപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നോക്ക് ഞാൻ ചെയ്യുന്നേ. കണ്ടോ, ശരിയായിട്ട് കണ്ടോ നിങ്ങൾ? ഇതേ രീതിയിൽ നമ്മളെ നെക്ക് വന്നല്ലോ. ഇനി നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അന്നേരം അത് നല്ല വൃത്തിക്ക് അങ്ങ് നിന്നോളും. ഇതുപോലെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ അവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ആദ്യം കട്ട് ചെയ്ത സ്ഥലമില്ലേ, അവിടെ ആ ഒരു ഓപ്പണിങ് അതങ്ങ് ഉള്ളിലേക്ക് മടക്കി ഇട്ടിട്ട് നിങ്ങൾ ആടെയും സ്റ്റിച്ച് ചെയ്യുക. ഫുള്ള് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാ നോക്ക്, ഇവിടെ ഇങ്ങനെ ഇല്ലത്, അതിനെ അങ്ങ് ഉള്ളിലേക്ക് മടക്കി നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമേ. എന്നിട്ട് ഇത് ആടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഫുള്ള് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. അതെല്ലാം അറിയില്ലേ, പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പം കോളറിലേക്ക് കയറാതെ നല്ല തുണിയിലേക്ക് മാത്രം കയറുന്ന രീതിയിൽ ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം ഞാൻ. ഇതാ നോക്ക്, നല്ല വൃത്തിയിൽ നമ്മൾ ചെയ്തെടുത്തില്ലേ. ഇതുപോലെ നിങ്ങളും ചെയ്തെടുക്കണം. കോളറൊക്കെ നോക്ക് എന്ത് ലുക്കാന്നല്ലേ, സ്റ്റാൻഡേർഡ് ലുക്കായി. ഇനി നമുക്ക് പെട്ടെന്ന് അങ്ങ് സ്ലീവ് വെച്ച് സൈഡ് സ്ലിറ്റും കൂടെ സ്റ്റിച്ച് ചെയ്ത് താഴെ മടക്കി അടിക്കും കൂടെ ചെയ്താൽ ആയി, നമ്മളെ ടോപ്പിൻ്റെ പണി ആയി. സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തത് ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ. താഴെ മടക്കി അടിച്ചിട്ടെല്ലാം ഉണ്ട്. ഇതുപോലെ ജോയിൻ ചെയ്യുക നമ്മൾ അല്ലേ. ഇതാ ഇപ്പുറത്തെ ഭാഗത്തെ സ്ലീവ് ഇതുപോലെ ജോയിൻ ചെയ്യുമ്പം കുഴിച്ച് കട്ട് ചെയ്തത് ഫ്രണ്ട് പോർഷനിലേക്ക് തന്നെ വരുന്നുണ്ട്. നോച്ച് മാർക്ക് നോക്കിയാൽ മതി. ഇതും ഇതുപോലെ ഈ മോശം ഭാഗം പുറത്താക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമ്മളിതാ നോക്കുമ്പം കുഴിച്ച് കട്ട് ചെയ്തത് ഫ്രണ്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. ആ രീതിയിൽ കണ്ടോ, കുഴിച്ച് കട്ട് ചെയ്ത് ഇവിടെയാണ് വരുന്നത് നോച്ച് മാർക്ക്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. സ്ലീവ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ കോളറിൻ്റെ തയ്യൽ തുമ്പിനെ വേണമെങ്കിൽ ഒന്ന് ലെവലാക്കിക്കോ. അതിന് ശേഷം 2 ഭാഗവും സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക. തയ്യൽ തുമ്പൊക്കെ കറക്റ്റ് ആക്കണം. ഹിപ്പിൻ്റെ ആടെ 1 ഇഞ്ച് മാത്രമേ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ചോക്കിനെ കൊണ്ട് ഒന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ടെല്ലാം നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതാ ഇതിൽ കൂടെ സ്ലീവിൻ്റെ ഇതിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇവിടെയൊക്കെ 1.5 ഇഞ്ചാണ്. താഴോട്ട് എത്തുമ്പം ഹിപ്പിൻ്റെ ആടെ 1 ഇഞ്ച് മാത്രം എടുത്തിട്ട് അവിടെ കെട്ടിട്ടിട്ട് നിർത്തണം കേട്ടോ. അതുപോലെ തന്നെ ഇതാ ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. സൈഡ് 2ഉം സ്റ്റിച്ച് ചെയ്ത്. ഇനി സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡൗട്ടായിരിക്കും പലർക്കും, അതുകൊണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം വീഡിയോ. നമ്മളിതാ ഒരു സൈഡിൽ നിന്ന് ഇതാ ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ച് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ ഓപ്പണിങ്ങിൻ്റെ കുറച്ച് മുകളിൽ വരെ 1/2 ഇഞ്ച് മുകളിൽ വരെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നിർത്തണം. ഇതാ കണ്ടോ, ഞാനിതവിടെ നിർത്തിയേ. നീഡിൽ കുത്തി നിർത്തിയിട്ട് ഇത് പൊന്തിച്ചിട്ട് ഒന്നിങ്ങോട്ട് തിരിച്ചു വെച്ച് നേരെ ഇപ്പുറത്തെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തെ ആ 1 ഇഞ്ച് പീസിനെ നമ്മൾ അങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ കുത്തി നിർത്തുക. നേരെ നമ്മൾ ചുരിദാറിനെ എടുത്തിട്ട് തിരിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇതാ എന്നാലേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുമല്ലോ. ഇനി ഇതാ ഇപ്പുറത്തേതും കൂടെ ഇങ്ങനെ മടക്കി താഴോളം സ്റ്റിച്ച് ചെയ്യാം. ഈസി പരിപാടിയാണ് നമുക്കിത്. പലർക്കും ഇത് ടഫാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. എന്നാണ് ഇപ്പോൾ ഇത് ഇത്ര പണിയുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് നിങ്ങൾ പരീക്ഷിച്ചിട്ട് നോക്ക്. നല്ലോണം ട്രൈ ചെയ്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് തന്നെ നല്ല നീറ്റായിട്ട് ചെയ്യാം. തെറ്റത്തെ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാനുണ്ട്. അത് പിന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും കൊടുക്കുന്നത് നല്ലതായിരിക്കും. താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് താഴെ ഭാഗം കൂടെ മടക്കി അടിച്ച് കഴിഞ്ഞാൽ ആയി, നമ്മളെ ടോപ്പ് റെഡിയായി. കണ്ടോ, അറ്റത്തേ കൂടെ സ്റ്റിച്ച് പോയി. ഈ മുകളിലത്തെ ഭാഗത്ത് കണ്ടല്ലോ നിങ്ങൾ, ഇപ്പുറത്തെ ഭാഗം കണ്ടോ. ഇതേ രീതിയിൽ ചെയ്തു.
ശ്രദ്ധിക്കുക, ഇതുപോലെ ചെയ്തിട്ട് ഇതാ ഈ ഒരു അറ്റത്തേ കൂടെയും ഇപ്പുറത്തെ അറ്റത്തേ കൂടെയും വരുന്ന രീതിയിൽ ഒരു പ്രസ്സിങ് സ്റ്റിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. തൽക്കാലം ഞാനിപ്പോൾ അത് വീഡിയോൻ്റെ അകത്തൊന്നും ഇട്ടിട്ടില്ല. അതെന്തായാലും ചെയ്ത് കൊടുക്കും, പിന്നീട് ഞാൻ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ എന്തായാലും നമ്മളെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഈസി അല്ലേ? ഒന്നാമത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടെ തരണം. ഈ ഒരു കുർത്തി ഇട്ടിട്ടുള്ള ഫോട്ടോ കൂടെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സും സപ്പോർട്ട് ചെയ്യണം. എന്നാൽ ശരി, നമുക്ക് അടുത്ത കുർത്തി കട്ടിങ്ങുമായി കാണാം. ബൈ.